Hi students, here we are going to study about the thermodynamics. Thermodynamics, the word came from Greek. Thermo means heat and dynamic means power. So we can say that thermodynamics as a flow of heat in physical and chemical reaction. So we can define thermodynamics is a branch of science which deals with the study of different forms of energy and the interconversions. It deals with the energy changes in physical and chemical process. So thermodynamics, while knowing this thermodynamics parameter useful to predict whether any chemical reaction can occur under specified conditions, and also used to predict the extent of chemical reaction before equilibrium is reached, used to drive important laws like law of equilibrium. Before going to study this more about the different laws involved in thermodynamics, we have to first know about some terms. The first one is the system. What is system? It's the part of universe selected for thermodynamic consideration. That is to study the effect of temperature, pressure, etc. And also it can be defined as specified part of universe in which energy changes are taking place. ഒന്നുമില്ല, തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് എന്താ പറയുന്ന ഫ്ലോ ഓഫ് ഹീറ്റ്, അതൊരു കെമിക്കൽ റിയാക്ഷൻ ഓർ ഫിസിക്കൽ എനിത്തിങ് ഈസ് ഹാപ്പനിങ് ദർ. വി ഹാവ് ടു നോ അബൌട്ട് എന്താണ് അതിൽ എന്താണ് സംഭവിക്കുന്നത്. സർട്ടൻ എനർജി കൺവേർഷൻ നടക്കുന്നുണ്ട് ഒരു എനർജി ഫോമിൽ അടുത്ത എനർജി ഫോമിൽ. അവിടെ അന്നേരം എന്ത് ഹീറ്റ് ഫ്ലോ ഉണ്ടാകും. അപ്പം മൊത്തമായിട്ട് അവിടെ എന്തൊക്കെ നടക്കുന്നത് അല്ലെ ആ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സർട്ടൻ ലോസ് ഡിറൈവ് ചെയ്തിട്ടുണ്ട് തെർമോഡൈനാമിക്സിൽ. എല്ലാം ഒരു എക്സ്പെരിമെൻ്റലാണ്. നമ്മളൊരു തിയററ്റിക്കൽ പ്രഡിക്ഷൻ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ട് ഇന്നത് സംഭവിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രഡിക്ഷനാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ തെർമോഡൈനാമിക്സിനെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് നമ്മളൊരു ഏതൊരു കാര്യമാണോ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒന്നിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുമ്പോൾ ഒരു ഫിസിക്കൽ സ്റ്റേറ്റിലുള്ള ഇപ്പം വാട്ടർ എടുക്കുന്നത് അതിലെന്തെങ്കിലും റിയാക്ഷൻ നടക്കുന്നു. അപ്പോൾ എവിടെയാണോ നമ്മൾ റിയാക്ഷൻ പഠിക്കാൻ ഉപയോഗിക്കുന്നത് അതിന് നമ്മൾ എന്ത് സംഭവിക്കുന്നു പറയുന്നത് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വരുന്ന നെക്സ്റ്റ് ടേം ഈസ് ദ സറൗണ്ടിങ്. സറൗണ്ടിങ് മീൻസ് ദ റിമൈനിങ് പോർഷൻ ഓഫ് യൂണിവേഴ്സ് എക്സ്ക്ലൂഡിങ് ദ സിസ്റ്റം ഈസ് കോൾഡ് സറൗണ്ടിങ്. അപ്പോൾ യൂണിവേഴ്സ്, അപ്പോൾ ഏതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആ സിസ്റ്റം, അതിന് ചുറ്റുമുള്ളത്, അതിൻ്റെ പുറത്തുള്ളത്, നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കാത്ത അതിൻ്റെ അപ്പുറത്തുള്ള പോർഷനാണ് നമ്മൾ യൂണിവേഴ്സ് എന്നത്. അപ്പോൾ ഈ സിസ്റ്റത്തിനെയും യൂണിവേഴ്സിനെയും തമ്മിൽ വേർതിരിക്കുന്ന the system and remaining part is known as surroundings. അപ്പോൾ ഈ സിസ്റ്റവും സറൗണ്ടിങ്സും കൂടി ചേർന്നതാണ് യൂണിവേഴ്സ്. ഏതിനെ കുറിച്ചാണോ നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ദാറ്റ് ഈസ് ദ സിസ്റ്റം, ആൻഡ് അതിൻ്റെ പുറത്തുള്ള കാര്യം എന്താണ് അതിൻ്റെ സറൗണ്ടിങ്സ് ആൻഡ് സിസ്റ്റം ആൻഡ് ഓൾസോ സറൗണ്ടിങ്സ് collectively called universe. These all the things you already studied from +2 ഓർ +2 മുതൽ നിങ്ങൾ ഇതൊക്കെ പഠിച്ചതാണ്. പക്ഷേ നമ്മൾ തെർമോഡൈനാമിക്സ് +2-നെക്കാട്ടും ഒന്നും എക്സാക്റ്റ് ശരിക്ക് കൂടുതലൊന്നും ഈ ചാപ്റ്ററിൽ പഠിക്കുന്നില്ല. അപ്പോൾ ആ കാര്യങ്ങളൊന്നും കൂടെ പൊടി തട്ടിയെടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഇനി ഈ സിസ്റ്റവും സറൗണ്ടിങ്ങിനെയും തമ്മിൽ വേർതിരിക്കാൻ ഒരു ഇമാജിനറി അല്ലെങ്കിൽ ഒരു റിയൽ ബൗണ്ടറി ഉണ്ട്. നമ്മളിപ്പോൾ ഇമാജിനറി ഒരു റിയൽ ബൗണ്ടറി എന്ന് പറയുന്നത് നമ്മളൊരു ഗ്ലാസ് എടുത്ത് അതിൽ ഏതെങ്കിലും പിന്നെ സാധനം ഫില്ല് ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള സാധനത്തിനെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ ഉള്ളിലുള്ള സാധനത്തിന് നമ്മൾ സിസ്റ്റം എന്ന് പറയും. അപ്പം പുറത്തുള്ളതിന് സറൗണ്ടിങ്സ്. പക്ഷേ ആ ഗ്ലാസ്സില്ലേ, ആ ഗ്ലാസ്സാണ് അതിൻ്റെ റിയൽ ബൗണ്ടറി എന്ന് പറയുന്നത്. സംടൈം നമ്മൾ ഒരു ഇമാജിനറി ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഏതെങ്കിലും സർട്ടൺ പോർഷൻ മാത്രം പഠിക്കുമ്പോൾ അതിൻ്റെ പുറത്തുള്ളതിന് ഇമാജിനറി ഇന്ന ബൗണ്ടറി ഉണ്ട് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അതാണ് റിയൽ ഓർ ഇമാജിനറി ബൗണ്ടറി ഉണ്ടാകുന്നത്. അപ്പം ഇനി
നമ്മൾ ഓരോ സിസ്റ്റം പഠിക്കുമ്പോൾ 2 types of system ഉണ്ട്, 3 types of system ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ദ ഓപ്പൺ സിസ്റ്റം. എന്താണ് ഈ ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബോത്ത് മാസ് ആൻഡ് എനർജി ക്യാൻ ക്രോസ് ദ മാസ് എന്ന് പറയാൻ matter both matter and energy can cross the selected boundaries. മാസ് എന്ന് പറയാൻ ശരിയാവില്ല, മാറ്റർ ആണ്. ഓക്കെ, both matter and energy can cross the selected boundary, that is an open system. അതായത് ഒരു സിസ്റ്റം ഉണ്ട്, അതിൻ്റെ സറൗണ്ടിങ്സ് ഉണ്ട്, അതിൻ്റെ ബൗണ്ടറി ഉണ്ട്. പക്ഷേങ്കിൽ സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്സിലേക്ക് ബോത്ത് മാറ്റർ ആൻഡ് എനർജി ക്യാൻ ക്രോസ് ത്രൂ ദിസ് ബൗണ്ടറി ആണെങ്കിൽ ദാറ്റ് ഈസ് എൻ ഓപ്പൺ സിസ്റ്റം. അപ്പം നമുക്ക് എന്താ പറയാം, ഒരു ഉദാഹരണമായിട്ട് ഒരു കപ്പ് ഓഫ് ടീ നമ്മളിങ്ങനെ തുറന്ന് വെച്ചിരിക്കുകയാണ് ഒരു ഗ്ലാസ്സിൽ. അപ്പോൾ അതിൽ നിന്ന് എന്താണ് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ എന്ത് ചെയ്യാം, അതിൽ നിന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, അതിൻ്റെ അകത്ത് നിന്ന് മാറ്റർ ഓൾസോ ക്യാൻ ബി ട്രാൻസ്ഫർ. ദാറ്റ് ഈസ് ദ ഓപ്പൺ സിസ്റ്റം. ഈ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൺലി എനർജി ക്യാൻ ക്രോസ് ദ സെലക്ടഡ് ബൗണ്ടറി. അപ്പം മൂടി വെച്ചിരിക്കുന്ന കോഫി ഒരു ടൈപ്പ് മൂടി വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് ഒരു കുപ്പിയിൽ നമ്മൾ മൂടി വെച്ചിരിക്കുന്ന എന്തെങ്കിലും സാധനത്തിൽ. അപ്പോൾ ഉള്ളിലുള്ള സാധനം സിസ്റ്റമാണ്, അതിൻ്റെ പുറത്തുള്ള സറൗണ്ടിങ്സ്. അപ്പോൾ ഓൺലി എന്താണ് ആ ചൂടുള്ള പിന്നെ വെള്ളം നമ്മളൊരു ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ചൂട് നമുക്ക് പിന്നെ എനർജി, അതായത് ഹീറ്റ് എനർജി നമുക്ക് എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്താണ് അതിൻ്റെ അകത്തുനിന്ന് വെള്ളത്തിന് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് എ ക്ലോസ്ഡ് സിസ്റ്റം. ഓനി one more system is the isolated system. Isolated system എന്ന് പറഞ്ഞാൽ neither energy nor matter can be transferred. അപ്പോൾ എന്ത് പറയാൻ പറ്റും, ഒരു വെൽ ഇൻസുലേറ്റഡ് തെർമോ ബോട്ടിൽ, ഒരു തെർമോ ഫ്ലാസ്ക്, മൂടിയുള്ള ഒരു തെർമോ ഫ്ലാസ്കിനെയാണ് ഒരു ഹോട്ട് കോഫി വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ അകത്തുനിന്ന് ചൂട് തണിഞ്ഞു പോകില്ല. പക്ഷെ നമുക്കൊരിക്കലും ഒരു എക്സാക്റ്റ് ഐസൊലേറ്റഡ് സിസ്റ്റത്തിനെ നമുക്കൊരിക്കലും നിർത്താൻ പറ്റില്ല. എന്തൊക്കെയാണെങ്കിലും ഒരു തെർമോ ഫ്ലാസ്ക് നമുക്കറിയാം കുറേ കഴിയുമ്പോൾ സിസ്റ്റത്തിൽ നിന്ന് അതിൻ്റെ ചൂട് തണിഞ്ഞു പോകുന്നത് കാണാം. പക്ഷേ ആ ഒരു ഫസ്റ്റ് നമ്മൾ അതിനെ എടുക്കുമ്പോൾ ഒരു സർട്ടൻ ടൈം ഇൻ്റർവെൽ നമ്മളത് എടുക്കുമ്പോൾ എന്ത് പറയാൻ പറ്റും, എനർജി ഓർ മാറ്റർ കനോട്ട് ബി ട്രാൻസ്ഫേർഡ് എന്ന് പറയാൻ പറ്റും. ദാറ്റ് ഇസ് ദ സിസ്റ്റം. ഇനി സിസ്റ്റം തന്നെ 2 types ഉണ്ട്, ഹോമോജീനിയസ് സിസ്റ്റം, ഹെട്രോജീനിയസ് സിസ്റ്റം. ഈ സിസ്റ്റത്തിൽ നമ്മൾ ഏതിനെയാണോ പഠിക്കാൻ ഉപയോഗിക്കുന്നത് ആ സിസ്റ്റമിലെ എല്ലാ കോൺസിസ്റ്റൻസും സെയിം ഫേസിൽ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹോമോജീനിയസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഫേസ് എന്ന് പറഞ്ഞിരിക്കുക, ഫേസ് എന്ന് പറഞ്ഞാൽ any homogeneous, physically distinct and mechanically separable part of a system which is separated from other parts of a system by definite bonding surface. അതായത് ഒരു സിസ്റ്റം നമ്മൾ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് അതിൽ നിന്നുള്ള മോളിക് കോൺസ്റ്റിറ്റ്യുവൻസിനെ എക്സാക്റ്റ് വേർതിരിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയെന്ന് വെച്ചാൽ കുറേ ഒരു വെള്ളമുണ്ട്, അതിൽ കുറേ കല്ലിട്ടിട്ടുണ്ടെന്നിരിക്കും. അപ്പോൾ സോളിഡ് സ്റ്റേറ്റിലുള്ള കല്ല്, അപ്പോൾ അതൊരു ഫേസിലാണ്, സോളിഡ് ഫേസിലാണുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കതിനെ എക്സാക്റ്റ് നമുക്ക് വേർതിരിച്ച് എടുക്കാൻ പറ്റും. പക്ഷെ അത് മൊത്തം നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ആ മൊത്തം. അപ്പോൾ അത് സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ ഫേസ് ഇസ് എ പാർട്ട് ഓഫ് സിസ്റ്റം, ഇറ്റ് ഹാസ് എ യൂണിഫോം പ്രോപ്പർട്ടീസ് ആൻഡ് കോമ്പോസിഷൻ ത്രൂ ഔട്ട്. ആ ഒരു സിസ്റ്റത്തിൻ്റെതാണ്. പക്ഷെ യൂണിഫോം കോൺസെൻട്രേഷൻ പ്രോപ്പർട്ടീസും കോമ്പോസിഷനും ആയിരിക്കും ത്രൂ ഔട്ട്. അത് പഞ്ചസാര വെള്ളം എടുക്കുകയാണെങ്കിൽ ഇതിൽ പഞ്ചസാരേനെ നമുക്ക് പിന്നെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും അല്ലേ. ദാറ്റ് ഈസ് ദ ഫേസ്. ഇപ്പോൾ ഹോമോജിനിയസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓൾ കോൺസ്റ്റിറ്റ്യൻസ് ആർ പ്രസന്റ് ഇൻ ദ സെയിം ഫേസിലായിരിക്കണം. ഇപ്പോൾ നല്ല ഇളക്കിയ സാച്ചുറേറ്റഡ് അല്ലാത്ത ഒരു സൊല്യൂഷൻ പഞ്ചസാര വെള്ളത്തിന്, അപ്പോൾ എല്ലാം എന്താണ് സെയിം ഫേസിലാണുള്ളത്. പഞ്ചസാര ആയിക്കോട്ടെ വാട്ടർ ആയിക്കോട്ടെ എല്ലാം എന്താണ് ആ ലിക്വിഡ് ഫേസിലാണുള്ളത്. കോമ്പോസിഷൻ സിസ്റ്റം ഈസ് യൂണിഫോം ത്രൂ ഔട്ട്. Heterogeneous system എന്ന് പറഞ്ഞാൽ it contains 2 or more phases and the composition is uniform throughout. ഇതേപോലെ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കേസിൽ ഒന്ന് വെള്ളം വേറെ തന്നെ നിൽക്കുകയാണ്, സോളിഡ് ഫേസ് വേറെ തന്നെ നിൽക്കുകയാണ്, ലിക്വിഡ് ഫേസ് വേറെ തന്നെ നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ ആ ഹോൾ സിസ്റ്റമാണ് പഠിക്കുന്നത്. അത് ഹെട്രോജീനിയസ് സിസ്റ്റം എന്നുള്ള രീതിയിൽ പറയും. ഇനി എല്ലാ വേറെ ടേംസാണ് നമുക്ക് പഠിക്കാനുള്ളത്. എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്.
Extensive and intensive property എന്ന് പറഞ്ഞാൽ intensive property എന്നാൽ they do not depend on the size of the system or quantity of matter present in it. സിസ്റ്റത്തിൻ്റെ സൈസിനെയോ ക്വാണ്ടിറ്റി ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യില്ല എന്ന് പറയും. ദേ ആർ ഡിപ്പെൻഡിങ് ഓൺ ദ നാച്ചർ ഓഫ് ദ സബ്സ്റ്റൻസ് പ്രസൻറ്റ്. അതിൽ സബ്സ്റ്റൻസിൻ്റെ നാച്ചറിനെ മാത്രമേ പ്രസൻറ്റ് ചെയ്യൂ, അതിൻ്റെ സൈസിന് അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ദ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ. അപ്പം പ്രഷർ, ടെമ്പറേച്ചർ, ഡെൻസിറ്റി ആൻഡ് ഓഫ് ദ സിസ്റ്റം നമുക്ക് എക്സാക്ട് പറയാം. എക്സ്റ്റൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ ദ സിസ്റ്റം. ഇത് നോക്കുക. അപ്പോൾ ഇതൊരു ക്ലോസ്ഡ് വെസൽ, അതിൽ ഒരു സാധനമുണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിന് എന്താണ് സർട്ടൻ മാസ് ഉണ്ട്, വോളിയം ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, പ്രഷർ ഉണ്ട്, ഒക്കെ ഉണ്ട്, എൻട്രോപ്പി ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താണ്, അതിനെ നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാണ്. പക്ഷേങ്കിൽ എന്താണ്, ആ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചറോ പ്രഷറോ വോളിയോ ടെമ്പറേച്ചറോ പ്രഷറോ ഒന്നും മാറാൻ പോകുന്നില്ല. ഓൺലി അവിടെ എന്ത് മാറും, അതിൻ്റെ മാസും മാറും, വോളിയം മാറും. അപ്പോൾ എന്ത് പറയാൻ പറ്റും, ടെമ്പറേച്ചർ പ്രഷറൊന്നും എന്താണ്, ഡെൻസിറ്റി ഒന്നും എന്താണ്, അതിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അല്ലെ അതിൻ്റെ ക്വാണ്ടിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓൺലി ദ നാച്ചർ ഓഫ് ദാറ്റ് മെറ്റീരിയലിനെ ഓൺലി ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ എങ്കിൽ വോളിയോ മാസും ഒക്കെ എടുക്കുക, അപ്പോൾ അതിന് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് കുറയുന്നുണ്ടല്ലോ. അപ്പം ഡിപ്പെൻഡിങ് അപ്പോൺ ദി എന്താണ് മാറ്ററിനെ ക്വാണ്ടിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യും. വോളിയം, എനർജി, ഹീറ്റ്, കപ്പാസിറ്റി, എൻട്രോപ്പി എല്ലാം എന്താണ്, അതിലുള്ള ക്വാണ്ടിറ്റി ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ ദാറ്റ് ഈസ് എൻ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. ഇനി വേറെ വരുന്ന ടേമാണ് സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം. ആ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ദേ ആർ കണ്ടീഷൻ ഓഫ് എ സിസ്റ്റം വിച്ച് ഈസ് ഡിസ്ക്രൈബ് ഇൻ ടേംസ് ഓഫ് സർട്ടൻ. അത് നമ്മളൊരു ഇന്ന സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റമാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ആ സ്റ്റേറ്റിൽ അതിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും വോളിയം എല്ലാം ഒരു സർട്ടൻ മെഷറബിൾ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് അത് സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത്. സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സർട്ടൻ പാരാമീറ്റേഴ്സിനെയാണ് എന്താ പറയുന്നത്, സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റേറ്റും ചേഞ്ച് ചെയ്യും. ഇതാണ് സ്റ്റേറ്റ് വേരിയബിൾസ്. പിന്നെ സ്റ്റേറ്റ് ഫങ്ഷൻസ്, അതിൽ ചില പ്രോപ്പർട്ടീസ് ആ സിസ്റ്റത്തിൽ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം, ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പാത്ത്. അതിലുള്ള നമ്മൾ പറഞ്ഞ ആ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്യാൻ ചില പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യും. ആ പ്രോപ്പർട്ടീസ് തന്നെ എന്ത് ചെയ്യാം, അതിൻ്റെ ആ സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ. അത് അവിടെ റിയാക്ഷൻ നടക്കില്ല, എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുന്നതുണ്ടെങ്കിൽ അതിനെ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയും. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് പറയും, പാത്ത് ഫംഗ്ഷൻ എന്ന് പറയും. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ പറയാം, പേഴ്സൺ സ്റ്റാൻഡിങ് ഓൺ ദ റൂഫ് ഓഫ് എ ബിൽഡിംഗ് ഹാസ് എ ഫിക്സഡ് വോളിയം ഓഫ് potential energy and potential of a person does not depend whether he has reached there by stairs or lift. അതാണ് അതിന് പാത്തിന്, അതിന് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഫിക്സഡ് വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. പക്ഷെ അതൊരിക്കലും അത് ഏത് പാത്തിലൂടെയാണ് അവിടെ വന്നതെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പൊട്ടൻഷ്യൽ എനർജി, പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, ഇൻറ്റേർണൽ എനർജി എല്ലാം എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ്റെ ഉദാഹരണമാണ്. പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഹീറ്റ്, നമ്മൾ ചൂടാക്കുന്ന രീതിക്കനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വർക്ക് അല്ലേ, അതെല്ലാം അതിൻ്റെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സാധനമാണ് പാത്ത് ഫംഗ്ഷൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കുക. അതെല്ലാം നിങ്ങൾക്ക് ഇതിനെക്കാട്ടും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. ജസ്റ്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്, ആയതുകൊണ്ടാണ് ഇത്രയും മാത്രം പറഞ്ഞിട്ടുള്ളത്. അപ്പം താങ്ക് യു.